നാളെ ചിങ്ങം 1 ഒരു സദ്യ കഴിക്കണമെന്ന മോഹമായി ഞാൻ ചെന്നെത്തിയത് ഒരുപാട് പണികൾക്കിടയിലിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ അടുത്തായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് കുളി കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് മൃദു ഭജനയിലേക്ക് പോയിരുന്നു. സദ്യയുടെ കാര്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് രാവിലെ തന്നെ ഇഡ്ഡലിയും ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയ ശേഷം നേരെ അമ്പലത്തിലേക്ക് പോയി. എൻ്റെ പ്രാർത്ഥന മുഴുവനും അപ്പോഴും ഒരു സദ്യ കിട്ടനെക്കുറിച്ചായിരുന്നു. മൃദുവിനോട് ചോറും പപ്പടവും കാച്ചാൻ പറഞ്ഞിട്ട് ബാക്കി എല്ലാ വിഭവങ്ങളും ഞാൻ സെറ്റാക്കി. സദ്യ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സദ്യയായിരുന്നു. സാമ്പാറൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. ഞാൻ ഓരോ വിഭവങ്ങളും ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. അടപ്രഥമനിൽ ഒരു പഴവും മിക്സ് ചെയ്ത് കഴിച്ചു, പിന്നെ പരിപ്പ് പായസവും. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്ക് സുഹൃത്തായ അഭിഷേക് റോയൽ ഡെലിക്കസിയുടെ ഫ്രോസൺ നാടൻ സദ്യ കൊണ്ടുതന്നു. അങ്ങനെയാണ് ഞാൻ ഈ കുറച്ച് നേരം കൊണ്ട് ഇത്രയും വിപുലമായ ഒരു സദ്യ സെറ്റാക്കിയത്. വിശേഷ ദിവസങ്ങളിൽ മൃദുവാണ് എപ്പോഴും സദ്യ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ തിരക്കിനിടയിൽ മൃദുവിനെ ബുദ്ധിമുട്ടിക്കാതെ ഞാനൊരു